MRC പുരസ്കാരം EV രാമകൃഷ്ണന് സമ്മാനിച്ചു. ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ. പയ്യന്നൂർ കോളേജിൽ ദീർഘകാലം അധ്യാപകനും ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം എന്ന നിലയിലും എഴുത്തുകാരൻ എന്ന നിലയിലും അഭിമാനാർഹമായ അക്കാദമിക പദവികളിലും അധ്യാപക സംഘടനാ രംഗത്തും നിസ്തൂലമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വവുമായ പ്രൊഫസർ MR ചന്ദ്രശേഖരൻ എന്ന MRC മാഷുടെ പേരിൽ പയ്യന്നൂർ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളും MRC അനുസ്മരണ സമിതിയും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രഥമ നിരൂപണ പുരസ്കാരം കോളേജ് സെമിനാർ ഹാളിൽ നടന്ന ചടങ്ങിൽ EV രാമകൃഷ്ണന് സമ്മാനിച്ചു. കോളേജ് ഓഡിറ്റോറിയത്തിൽ മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ O അനില സ്വാഗതവും ഗദ്ദിക പത്രാധിപർ VK രവീന്ദ്രൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങിൽ P പ്രേമചന്ദ്രൻ MRC പുരസ്കാര വിശദീകരണം നടത്തി. ചടങ്ങിന്റെ ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഡോക്ടർ EV രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. വളരെ കാലം അടുത്ത് കാണാനും ഇടപഴകാനും ഒക്കെ അവസരമുണ്ടായിട്ടുള്ള ആദരണീയനായ MR ചന്ദ്രശേഖരനോടുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു സന്ദർഭം എന്ന നിലയിൽ രണ്ടാമത്തേത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം മലയാള വിമർശന രംഗത്തും ഇന്ത്യൻ ഇംഗ്ലീഷ് കാവ്യ രംഗത്തും വളരെ സജീവമായി നിലകൊള്ളുന്ന മലയാളത്തിലെ നിരൂപണ രംഗത്തെ ഒരു കാലത്ത് ഏറ്റവും പ്രതാപശാലികളായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെയും ജോസഫ് മുണ്ടശ്ശേരിയുടെയും NV കൃഷ്ണവൈദ്യരുടെയും ഒക്കെ ഒപ്പം പ്രവർത്തിക്കുകയും അവരുടെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം തുറന്ന് പറയുകയും ചെയ്തിരുന്നു അദ്ദേഹം പലപ്പോഴും. അത് ഞാൻ ആ കാലത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ അനുസ്മരണങ്ങൾ വളരെ ഹൃദയസ്പർശിയായിരുന്നു. പ്രത്യേകിച്ചും കുറ്റിപ്പുഴയുടെയും മുണ്ടശ്ശേരിയുടെയും കൂടെയൊക്കെ തൃശ്ശൂരിൽ ആദ്യം പ്രവർത്തിച്ചിരുന്ന ഒരു കാലം. പത്രപ്രവർത്തകൻ എന്ന നിലയിൽ നവജീവൻ പത്രത്തിലും അത് CPIയുടേതായിരുന്നു, മംഗളോദയത്തിലും, അത് കഴിഞ്ഞ് NV കൃഷ്ണവാര്യരുടെ പത്രാധിപത്യത്തിലുള്ള മാതൃഭൂമിയിലെ സബ് എഡിറ്ററായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പത്രപ്രവർത്തന പാരമ്പര്യം അദ്ദേഹത്തിന് വലുതായിട്ട് ഉണ്ടായിരുന്നു. ചടങ്ങിൽ നിരൂപകനും പ്രഭാഷകനുമായ ഡോക്ടർ P പവിത്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. MRC എഴുതുന്ന കാലത്ത് ലോകവ്യാപകമായി തന്നെ കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിയൻ പ്രസ്ഥാനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ലോകത്തിന്റെ വലിയ ഭാഗം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഒരു കാലത്തായിരുന്നെങ്കിൽ രാമകൃഷ്ണ മാഷ് അതിന് ശേഷവും ഒക്കെ മാർക്സിയൻ സമീപനം സ്വീകരിക്കുന്ന ആളുകൾ അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭരണകൂടം നിലനിൽക്കുള്ള അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം അതിനെ നേരിടുന്ന ആളുകളാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഗുണപരമായ വ്യത്യാസം തീർച്ചയായിട്ടും ആ രണ്ട് കാലഘട്ടത്തിലെ നിരൂപണങ്ങൾ തമ്മിലുണ്ട്. മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിദ്ധാന്തം കൊണ്ട് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് കരുതിയ ഒരു കാലമുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ആളുകൾ പൊതുവെ സ്വീകരിക്കുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തകർ സ്വീകരിക്കുന്നുണ്ടാവും, പക്ഷെ സൈദ്ധാന്തിക പക്ഷത്ത് അങ്ങനെ ഒരു സ്വീകരണമില്ല. അപ്പോൾ അതിന് സാധാരണയിൽ നമ്മൾ ഉത്തരാധുനിക ഭാഷയിൽ പറയാം ബൃഹദാഖ്യാനം എന്നാണ്. അതായത് ഒരൊറ്റ കഥയിൽ ഈ കഥ മുഴുവൻ, മനുഷ്യന്റെ കഥ മുഴുവൻ ഒറ്റ കഥ കൊണ്ട് പറഞ്ഞു തീർക്കാം, ആ കഥയിലെ പ്രശ്നപരിഹാരത്തോടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാം എന്ന് കരുതുന്ന മറ്റുള്ള ആഖ്യാനത്തെയാണ് ബൃഹദാഖ്യാനം എന്ന് പറയും, ഗ്രാൻഡ് നറേറ്റീവ് എന്ന് പറയും. അപ്പൊ അത് ഈ ആധുനിക ഘട്ടത്തിന് ശേഷം അത് പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ ചില ആളുകൾ അത് തകർന്നിരിക്കുന്നു എന്ന് പറയും. അപ്പൊ അതിനുശേഷമുള്ള ഒരു നിരൂപണ ഘട്ടത്തെയാണ് രാമകൃഷ്ണ മാഷ് പ്രതിനിധീകരിക്കുന്നത്. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ VM സന്തോഷ്, മലയാളം പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പ്രസിഡന്റ് ഡോക്ടർ YV കണ്ണൻ,
പയ്യന്നൂർ കോളേജ് ജനറൽ അലൂമിനി സെക്രട്ടറി KP ശ്രീധരൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മലയാള വിഭാഗം പ്രൊഫസർ ഡോക്ടർ P പ്രജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കൃത്യതയാർന്ന പരിചരണം. പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.